ഇനി നമുക്ക് ഹരിയാനയിലേക്കൊന്ന് പോകാം. ഹരിയാനക്കാരുടെ ഒരു ഇഷ്ടമാണ് ഹുക്ക വലിക്കുക. കൂട്ടം കൂടിയിരുന്ന് ഇങ്ങനെ അവർ ഈ മാറി മാറി ഹുക്ക വലിക്കും. ഹുക്ക രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഹരിയാന. പുകവലി ദോഷമാണെങ്കിലും ഹരിയാനയിൽ കൂട്ടമായിരുന്ന് ഹുക്ക വലിക്കുന്നത് സാമൂഹിക സാംസ്കാരിക ഇടപെടലിൻ്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചതോടെ വട്ടം കൂടിയിരുന്ന് ഹുക്ക വലിക്കുന്നത് ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. അതിനോടൊപ്പം തന്നെ അവർ രാഷ്ട്രീയം പറയുകയും ചെയ്യും. ഹരിയാന റോഹ്തക്കിൽ നിന്ന് സിബി തയ്യാറാക്കിയ റിപ്പോർട്ട്. ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കണ്ട ഒരു രസകരമായ കാഴ്ചയാണ് ഹുക്ക. അത് ഹരിയാനയിലെ സ്പെഷ്യലാണ്. എല്ലാവരും വട്ടം കൂടിയിരുന്ന് ഹുക്ക വലിക്കുക, രാഷ്ട്രീയം പറയുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു രീതി. അതായത് ഇതൊരു നിയമപരമാണ് ഈ ഹുക്ക എന്നുള്ളതാണ് പറയുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒറ്റ ഹുക്കയിൽ നിന്നും വട്ടം കൂടിയിരുന്ന് പങ്കിട്ട് വലിക്കുന്ന ഹരിയാന നിവാസികൾക്ക് ഇത് സാഹോദര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാണ്. हुक्का जो है ये आदमी को जोड़ता है, तम्बाकू डाल के फिर आग इसमें नीचे पानी होता है। ये इतना हानिकारक नहीं होता, बीड़ी सिगरेट से कम हानिकारक है ये। पानी होता है क्यों? हाँ, इसमें पानी होता है, ये फिल्टर हो जाता है। धुआं जो है ना, स्मोकिंग जो करते हैं हमें, वो धुआं यहाँ से फिल्टर हो गई है और फिर इधर रहता है। पूरी तरह कानूनी रूप से अलाउड है ये चीज़। हमारा हरियाणा में तो पीते हैं इसको, बड़े चौधरी आदमी पीते हैं इसको। बड़े बूढ़े आदमी बैठ जाते हैं, भूखे में भाईचारा बना रहता है और उसके एंजॉय के लिए पीते हैं. ഗട്ട, നെച്ച്, ചില്ലം, ഗജ്ജ് തുടങ്ങിയ ഭാഗങ്ങൾ കൂടിച്ചേരുന്നതാണ് ഹുക്ക. അടിഭാഗത്തെ ടാങ്കിൽ വെള്ളവും നിറയ്ക്കുന്നു. സ്വന്തം കൃഷിയിടത്തിലുണ്ടാക്കിയ പുകയിലും ശർക്കര ഉരുക്കിയതും ലഡയും ചേർന്നാണ് ഹുക്കയിലൂടെ പുകയുന്നത്. സാമൂഹിക ഇടപെടലും ആശയവിനിമയവും രാഷ്ട്രീയ സംവാദങ്ങളുമെല്ലാം ഈ പുകയുടെ ശ്വാസത്തിൽ അവർ പ്രകടിപ്പിക്കും. हमारे हरियाणा के यू वीरानारे कितने मानस जड़ में भी ठकवारा से. ഹരിയാനയിൽ ഇതുപോലെ വട്ടം കൂടിയിരുന്ന് ഹുക്ക വലിച്ച് രാഷ്ട്രീയം പറഞ്ഞ പാട്ടുപാടിയിരിക്കുന്നതും ഒരു രസകരമായ തെരഞ്ഞെടുപ്പ് കാഴ്ച തന്നെയാണ്. ക്യാമറമാൻ സഞ്ജയ് കശ്യപിനും ഡൊമിനിക് സാബിക്കൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്.